ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിദേശത്ത് സ്ഥിരതാമസമാക്കിയ എല്ലാ ഇന്ത്യക്കാരോടും വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എങ്ങനെയാണ് വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് വോട്ട് ഉറപ്പിക്കാൻ കഴിയുക, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടേഴ്സ് സർവീസ് പോർട്ടലിൽ കയറണം. എന്നിട്ട് ഫോം 6A പൂരിപ്പിക്കണം. വിദേശ ഇലക്ടർമാർക്കുള്ള പുതിയ രജിസ്ട്രേഷനാണ് അത്. ആ ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി ഇന്ത്യൻ പൗരനാവുക, മറ്റ് പൗരത്വം ഇല്ലാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ആ ഫോം കൃത്യമായി വായിച്ചു നോക്കി പൂരിപ്പിക്കണം. ഒപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതായുണ്ട്. പാസ്പോർട്ട്, ഇന്ത്യയിലെ വിലാസം, വിസ എൻഡോഴ്സ്മെന്റ് തുടങ്ങിയ രേഖകളാണ് പ്രവാസി വോട്ടർമാർക്ക് നൽകാനാവുക. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും ഫോമിൽ ചേർക്കേണ്ടതായുണ്ട്. ഈ അപേക്ഷ പൂരിപ്പിച്ചതിന് ശേഷം അത് നേരിട്ടോ തപാലിലോ നമുക്ക് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കാനായി സാധിക്കുകയും അപേക്ഷ നേരിട്ട് നൽകാനാണ് തീരുമാനമെങ്കിൽ ആർക്ക് നൽകണം എന്നത് നോക്കാം. സ്വന്തം മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് Oക്കാണ് നൽകേണ്ടത്. അദ്ദേഹത്തിന് നേരിട്ട് നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനെ പോകുന്ന പ്രവാസി വോട്ടർ സ്ഥിരീകരണത്തിനായി യഥാർത്ഥ പാസ്പോർട്ട് ഹാജരാക്കുകയും വേണം. എങ്കിൽ മാത്രമേ അത് അപ്രൂവ് ചെയ്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. യഥാർത്ഥ പാസ്പോർട്ട് തന്നെ നൽകണം. അപേക്ഷ തപാൽ വഴി സമർപ്പിക്കുകയാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപേക്ഷയിൽ പറയുന്ന ഡോക്യുമെന്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നിർബന്ധമായും വേണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പരിശോധന നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ ഈ വിലാസങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. തീരുമാനം നമ്മുടെ വോട്ടർമാരെ തപാൽ വഴിയോ SMS വഴിയോ അറിയിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. SMS ആയോ തപാൽ വഴിയോ ആയിരിക്കും വിവരം അപ്രൂവ് ചെയ്താൽ, നമ്മുടെ വോട്ട് അപ്രൂവ് ചെയ്താൽ അത് അറിയിക്കുക. എല്ലാം ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും? പോളിംഗ് ബൂത്തിൽ പാസ്പോർട്ട് ഹാജരാക്കി നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പ്രവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു രീതി. അത് തന്നെയാണ്. പോളിംഗ് ബൂത്തിൽ പാസ്പോർട്ട് ഹാജരാക്കിയാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും എല്ലാ പ്രവാസി വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓരോ വോട്ടും വിലപ്പെട്ടത് തന്നെയാണല്ലോ.